ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ട്രാൻസാക്ഷനെ കുറിച്ചാണ്. ട്രാൻസാക്ഷൻ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊരു വ്യത്യസ്തകരമായ ഒരു ട്രാൻസാക്ഷൻ ആണ്. പോക്കിമാൻ എന്നൊരു സ്ട്രീമറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോക്കിമാൻ ഒരു നല്ലൊരു ഫേമസ് സ്ട്രീമറാണ്, ഒരു പ്രൊഫഷണൽ സ്ട്രീമറാണ്. പോക്കിമാൻ്റെ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് യൂസിങ് എനി അഡീഷണൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. കാരണം ഇതിനു മുന്നേ ആ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് കുറച്ച് ഹാർഡ്വെയറും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം വരുന്നു. പക്ഷേ ഇനി മുതൽ നമുക്ക് ആ ഒരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് നമ്മുടെ OBSൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകും. ആ ട്രാൻസാക്ഷൻ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നിന്ന് സ്വിച്ച് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്ന് പറയുന്ന സെക്ഷനിലൂടെ ഒന്ന് പോവുകയാണ്. കണ്ടോ, പകുതി വിഷ്വല് വീഡിയോ എന്നുള്ളതാണ്. അതായത് ക്യാമറ യൂസ് ചെയ്തിട്ടാണ്. തിരിച്ച് ക്യാമറയിലോട്ട് വരാം. കണ്ടോ, ക്ലിക്ക് ചെയ്തിട്ടാണ് അത് പോകുന്നത്. ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഡോബ് ആഫ്റ്റർ എഫക്ട്സിലാണ്. ഇതിൽ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്തതെന്നുള്ള ട്യൂട്ടോറിയൽ ആക്ച്വലി ഇല്ല. ഞാനത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെയ്യാതെ. ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. കണ്ടോ, ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ ഇതിൻ്റെ ഈ രണ്ട് ഏരിയ ട്രാൻസ്പെറൻ്റ് ആണ് വരുന്നത്. നമുക്ക് ഇത് റണ്ടർ ചെയ്യുന്ന സമയത്തും ട്രാൻസ്പെറൻ്റ് ആയിട്ട് റണ്ടർ ചെയ്യണം. നിങ്ങൾക്ക് MOV യൂസ് ചെയ്യാം, അല്ലെങ്കിൽ AVI യൂസ് ചെയ്യാം. എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പെറൻസി സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് റണ്ടർ ഔട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് MOV ഫോർമാറ്റിലാണ് റണ്ടർ ഔട്ട് എടുത്തേക്കണം. അപ്പോൾ എനിക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടും. അതുകൂടാതെ നമുക്ക് ഒരു ഫയലും കൂടി വേണം. ഈ ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫയലല്ല, നമുക്ക് ഒരു ഫയലും കൂടി ആവശ്യമുണ്ട്. ആ ഫയലാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതൊരു മാറ്റാണ്, ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി നമ്മുടെ ആ വീഡിയോ തന്നെയാണ്. ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്തൊക്കെയാണ്. ഇപ്പം ഞാൻ ഇവിടെ ട്രാൻസ്പെറൻസി ഓഫ് ചെയ്യണമെങ്കിൽ കണ്ടോ, സെയിം ഫയൽ തന്നെ ഞാൻ ജസ്റ്റ് ബ്ലാക്കും വൈറ്റും ഫില്ല് ചെയ്തൊക്കെയാണ്. നമുക്ക് ഈ വൈറ്റ് വരുന്ന ഏരിയ നമുക്ക് നെക്സ്റ്റ് വിഷ്വലി കട്ട് ചെയ്ത് അതിനകത്ത് കൊണ്ടുവരാനാണ്, മാറ്റ് ചെയ്ത് കയറാനാണ്. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു രീതിയിലാണ് എൻ്റെ ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ രണ്ട് ഫയൽസ് ക്രിയേറ്റ് ചെയ്തു. ഒന്ന് MOV ഫോർമാറ്റിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, മറ്റൊന്ന് MP4ലാണ്. കാരണം നമുക്ക് MP4ൽ ക്രിയേറ്റ് ചെയ്താൽ മതി. കാരണം രണ്ട് കളറേ ഉള്ളൂ, വൈറ്റും ബ്ലാക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, MP4 ആയാലും മതി. ഇനി നമുക്ക് വേണ്ടത് OBS സോഫ്റ്റ്വെയർ ആണ്. OBS ലൈവ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് മെയിനായിട്ട് വേണമെന്ന് പറയാൻ കാരണം OBS നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന OBSൽ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. കാരണം OBSൻ്റെ ഏറ്റവും പുതിയ വേർഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 27 എന്ന് പറയുന്നൊരു വേർഷൻ വന്നിട്ടുണ്ട് OBSനകത്ത്. ആ ഒരു സോഫ്റ്റ്വെയറിലാണ് നിങ്ങൾക്ക്, ആ ഒരു വേർഷനിലാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതാണ് വെബ്സൈറ്റ് GitHub. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് ഏറ്റവും താഴത്തോട് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിവിടെ OBSൻ്റെ വേർഷൻസ് കിടപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റത്തെ മാക്കിൻ്റെ ആണ് നമുക്ക് വേണ്ടത്, ഇൻസ്റ്റാളറാണ്. അല്ലാന്നുണ്ടെങ്കിൽ സിപ്പ് ഫയൽ കൊടുക്കാം. ഞാൻ ഇൻസ്റ്റാളറാണ് യൂസ് ചെയ്തത്. ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം OBSൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ OBS നോർമൽ രീതിയിൽ വരുന്ന പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ ഉണ്ടാവില്ല. വരാം. എൻ്റെ ഇവിടെ സീൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന മെനുവിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഡ് സ്റ്റിങ്ങർ ട്രാൻസാക്ഷൻ, ഞാൻ ഓൾറെഡി ട്രാൻസാക്ഷൻ ഓർമ്മ ആഡ് ചെയ്തിട്ടുണ്ട്. പോക്കി എന്ന് പറഞ്ഞിട്ട് കണ്ടോ, സ്റ്റിങ്ങർ പോക്കി എന്ന് പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് പേര് റീനെയിം ചെയ്യാൻ ഞാൻ ആ ട്രാൻസാക്ഷൻ ഇട്ടിരിക്കുന്ന പേര് അതാണ്, പോക്കിമാൻ എന്നാണ് ഞാൻ കൂടുതൽ കണ്ടേക്കുന്നത്. അതുകൊണ്ട് പോക്കി എന്നുള്ള ഒരു പേര് കൊടുത്തു. ഞാൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാം. ഇപ്പോൾ ഇങ്ങനെയുള്ള വരാം. ഇപ്പം നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം ആഡ് സ്ട്രിങ്ങർ ട്രാൻസാക്ഷൻ കൊടുക്കുക. ഒരു നെയിം ചോദിക്കും, നെയിം അടിച്ചു കൊടുക്കുക. നെയിം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെനു വരും. ഈ ഒരു മെനുവിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വീഡിയോ ഫയൽ. അത് ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത MOV ഫയൽ കാണിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ബ്രൗസർ എടുക്കുക, നമ്മുടെ MOV ഫയൽ നമ്മൾ എവിടെയാണ് സേവ് ചെയ്തത് ആ ഫയൽ കാണിച്ചു കൊടുക്കുക. ഞാനിവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലൊക്കേഷൻ. അതിനുശേഷം ഇവിടെ ഒന്നും ചെയ്യാനില്ല, ടൈം എല്ലാം മില്ലി സെക്കൻഡ്സ് 0, ഇവിടെ ട്രാൻസാക്ഷൻ പോയിന്റ് ഒക്കെ 0 നടക്കണേ. അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, യൂസ് എ ട്രാക്ക് മാറ്റി. ഇത് ഡിസേബിൾ ആയിരിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക. നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തും ഒരു ഫയൽ കാണിച്ചു കൊടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മളൊരു മാറ്റ് ക്രിയേറ്റ് ചെയ്തില്ലേ, ഒരു ബ്ലാക്കും വൈറ്റും മാത്രം കളേഴ്സുള്ള ആ ഒരു മാറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് പ്രിവ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു രീതിയിൽ ആ ട്രാൻസാക്ഷൻ വർക്ക് ചെയ്യും. ഈ മാറ്റ് ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒറ്റയടിക്ക് ബിയിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരും. നമുക്ക് നമ്മുടെ പഴയ OBSൽ, അതായത്
27 എന്ന് പറയുന്ന വേർഷനിൽ പഴയതാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും ട്രാൻസാക്ഷൻ വർക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജമ്പ് ചെയ്തതിനു ശേഷം ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ പാസ് ചെയ്യും. ഞാൻ ഇവിടെ മാറ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഇതിനകത്ത് ട്രാക്ക് മാറ്റിൻ്റെ കളേഴ്സ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ട്രാക്ക് മാറ്റിൻ്റെ കളർ ഇൻവേർട്ട് ചെയ്യാൻ പറ്റും. ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ട്രാൻസാക്ഷൻ ചെറിയൊരു മാറ്റം ഉണ്ടാവും. കണ്ടോ, ചെറിയൊരു മാറ്റം ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ ഇത് ട്രാക്ക് മാറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ നോർമലി ഇതിൽ കൃത്യം കറക്റ്റായിട്ട് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ട്രാക്ക് മാറ്റ് കളേഴ്സ് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്രേ ഉള്ളൂ പരിപാടി. ഉണ്ടോ, എന്ന് ബിയിലോട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ സ്വിച്ച് ചെയ്യും. ഈ ഒരു ട്രാൻസാക്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. മുന്നേ നമുക്കത് ചെയ്യണമെങ്കിൽ എൽഗാറ്റോൻ്റെ ഒരു സ്വിച്ച് മേടിക്കണമായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഒരു സോഫ്റ്റ്വെയർ അഡീഷണൽ ആയിട്ടൊരു വെർച്വൽ സ്വിച്ചസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണമായിരുന്നു. അതെല്ലാം കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പുതിയ അപ്ഡേഷനിൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രാക്ക് മാറ്റിൻ്റെ സ്റ്റൈൽ വെച്ചിട്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു. ബൈ.